നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷന് സമീപം സഹോദരിമാരും കുട്ടിയും ഉൾപ്പെടെ 3 പേർ ട്രെയിൻ എഞ്ചിൻ തട്ടി മരണപ്പെട്ടു. അപകടം ബുധനാഴ്ച ഉച്ചയോടെ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം തടയണമെന്നാവശ്യപ്പെട്ട് STU കാസർഗോഡ് ജില്ലാ കമ്മിറ്റി. വിദ്യാനഗർ ഗവൺമെന്റ് കോളേജ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിന് ശേഷം നടന്ന യോഗം ദേശീയ സെക്രട്ടറി A. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സൗഹൃദ വസ്തുക്കൾ നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്ന കുമ്പള ബന്ദിയോട്ടെ വികലാംഗ കൂട്ടായ്മ പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നു. പേപ്പർ പേന ഉൾപ്പെടെയുള്ളവയുടെ നിർമ്മാണത്തിലൂടെയാണ് ഇവർ വേറിട്ട മുന്നേറ്റവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. യക്ഷഗാനത്തിനെ കുറിച്ചുള്ള മാഗസിൻ വെള്ളിരനയ ആരംഭിച്ച് 5 വർഷം. ഫെബ്രുവരി 4-ന് എടനീർ മഠത്തിൽ വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗക്കാരുടെ കലാകായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിച്ച് ഒരു പെൺകുട്ടി. മുഴക്കോത്തെ KV സ്മിതയാണ് ഈ കലാകായിക പ്രതിഭ. വിശദമായ വാർത്തകളിലേക്ക്. മഞ്ചേശ്വരത്ത് സഹോദരിമാരും കുട്ടിയും ഉൾപ്പെടെ 3 പേർ ട്രെയിൻ തട്ടി മരിച്ചു. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷന് സമീപം ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഭവം. റെയിൽവേ പാലം കടക്കവേ മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന ട്രെയിൻ തട്ടിയായിരുന്നു അപകടം. മഞ്ചേശ്വരം പൊസോട്ട് സ്വദേശി KP അബൂബക്കറിന്റെ മക്കളായ ആയിഷയുടെ സഹോദരി ആമിന, 2 വയസ്സ് പ്രായമായ തമീൽ എന്നിവരാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചയോടെ മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷന് സമീപമാണ് അപകടം സംഭവിച്ചത്. ദേശീയപാതയിൽ നിന്നും ബസ്സിറങ്ങിയ ശേഷം നിർത്തിയിട്ട ട്രെയിനിനെ മറികടന്ന് പോകുന്നതിനിടയിൽ മറ്റൊരു ട്രാക്കിലൂടെ വന്ന ട്രെയിൻ എഞ്ചിൻ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 3 മരണപ്പെടുകയായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. റെയിൽവേൻ്റെ ആൾക്കാരോട് DP ആളോട് ഞാൻ പറഞ്ഞതെന്താ പറഞ്ഞാൽ, സാധാരണഗതിയിൽ അതൊക്കെ ചെയ്യേണ്ടത് റെയിൽവേന്ന് കുറേ ദൂരമുള്ള സ്ഥലത്താണ്. ഇത് റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ തന്നെ ചുമതലയാണ് ഇത് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് DRM ഇപ്പോഴും പറഞ്ഞത് അടിയന്തരമായിട്ട് ആൾക്കാരെ അയക്കുക, അത് സംബന്ധിച്ച് പരിശോധന നടത്തുക. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എന്ത് തന്നെയായാലും, പാലമായാലും മേൽപ്പാലമായാലും, ഇപ്പോൾ അവർക്ക് മറ്റൊരു പാലം ഉണ്ടെന്ന് തോന്നുന്നില്ല, ഒരു ഫുട് ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ. പക്ഷേ അതിൽ കൂടിയിട്ടല്ല ആൾക്കാർ പോകുന്നത്, ഇതിൽ കൂടിയിട്ടാണ്. അപ്പോൾ അത് സംബന്ധിച്ച് അവർ പെട്ടെന്ന് തന്നെ വന്നിട്ട് തീരുമാനമെടുക്കും. ഇനി എന്ത് തന്നെയായാലും ഇപ്പോൾ MP MLA പഞ്ചായത്ത് എന്ന നിലയിലൊക്കെ ഇനി റെയിൽവേ പൂർണ്ണമായിട്ട് എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് അത്തരം ഒരു ഫുട് ബ്രിഡ്ജ് അല്ലെങ്കിൽ മേൽപ്പാലം അടിയന്തരമായിട്ട് ഉണ്ടാക്കുക എന്നുള്ള ആവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം തടയണമെന്നാവശ്യപ്പെട്ട് STU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. വിദ്യാനഗർ ഗവൺമെന്റ് കോളേജ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിന് ശേഷം നടന്ന യോഗം ദേശീയ സെക്രട്ടറി A. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ മേഖലയെ സംരക്ഷിക്കുക, ക്ഷേമ ഫണ്ടുകൾ വകമാറ്റാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് STU ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റ് മാർച്ച് നടത്തിയത്. വിദ്യാനഗർ ഗവൺമെന്റ് കോളേജ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിന് ശേഷം നടന്ന യോഗം ദേശീയ സെക്രട്ടറി A. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാം ശരിയാക്കാൻ വേണ്ടി അധികാരത്തിൽ വരികയും തൊഴിലാളികളുടെയും അതുപോലെ തന്നെ സാധാരണക്കാരുടെയും അവകാശങ്ങളും ആനുകൂല്യങ്ങളുമൊക്കെ നിഷേധിക്കുക മാത്രമല്ല പാടെ നിരാകരിക്കുകയും ചെയ്യുന്ന നിലപാടുകളുമായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാർച്ചിലും തുടർന്ന് നടന്ന യോഗത്തിലും STU നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ സംബന്ധിച്ചു. പ്രകൃതി സൗഹൃദ വസ്തുക്കൾ നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്ന കുമ്പള ബന്ദിയോട്ടെ വികലാംഗ കൂട്ടായ്മ പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നു. പേപ്പർ പേന ഉൾപ്പെടെയുള്ളവയുടെ നിർമ്മാണത്തിലൂടെയാണ് ഇവർ വേറിട്ട മുന്നേറ്റത്തിനുള്ള വിത്ത് പാകുന്നത്. ഹാൻഡിക്യാപ്സ് കാസർഗോഡ് സ്വയം സഹായ സംഘം ഭാരവാഹികളായ പ്രവീൺ ഉദ്യാവാര, ഹനീഫ് മൗലവി ബന്ദിയോട്, റഹ്മാൻ ദീനാർ നഗർ എന്നിവരാണ് ഭിന്നശേഷിയുള്ളവരുടെ സമഗ്രമായ പുരോഗമനം ലക്ഷ്യം വെച്ച് അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള പ്രചോദനം നൽകുന്നത്. ഇവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് കണ്ടെത്തുക എന്നതാണ് സംഘത്തിന്റെ പ്രധാന ഉദ്ദേശം. പേപ്പർ പേന, പേപ്പർ ബാഗ്, LED ബൾബ്, കുട തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കുകയും വിപണിയിൽ എത്തിക്കുകയും ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നതും ആവശ്യക്കാരുള്ളതും പേപ്പർ പേനകൾക്കാണ്.
തികച്ചും പ്രകൃതി സൗഹാർദ്ദ പേനകളാണ് ഇവർ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരും പേപ്പർ പേനകൾക്കായി എത്താറുണ്ടെന്നും വിപണിയിൽ ഇത്തരം പേനകൾക്ക് നല്ല ഡിമാൻഡാണെന്നും ഇവർ പറയുന്നു. മാസത്തിലാകെ 1000-1200 രൂപയാണ് പെൻഷൻ കിട്ടുന്നത്. അതുകൊണ്ട് ജീവിക്കാനാണ് കഴിയില്ല. അപ്പം അങ്ങനെ ഉള്ള വരുമ്പം നമ്മൾ ഇങ്ങനെ വീൽ ചെയറിലുള്ളവരെയും കിടത്തിലുള്ള ആളുകളൊക്കെ നമ്മൾ വീട്ടിൽ പോയി ഇത് പഠിപ്പിച്ചു കൊടുക്കും. ഈ വിത്ത് പേന ഉണ്ടാക്കുന്നതിൻ്റെ രീതി പഠിപ്പിച്ചു കൊടുക്കും. അവർ കൊണ്ടുണ്ടാക്കി സാധനങ്ങളൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കും. അവർ കൊണ്ടുണ്ടാക്കിച്ച് നമ്മൾ തിരിച്ച് വാങ്ങിച്ച് അത് മാർക്കറ്റിൽ എത്തിക്കുകയാണ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അധികം നമ്മൾ ആവശ്യക്കാർ വരുന്നത് പിന്നെ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂർ നടന്ന വൈകയിലേക്ക് നമ്മൾ 3500 പേന കൊടുത്തു, കാർഷിക മേളയിലേക്ക്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇപ്പോൾ നിയമസഭയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, മലപ്പുറം കലക്ടറേറ്റിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ പല ഉദ്യോഗസ്ഥന്മാരും നല്ല നമ്മളോട് അനുകൂലമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. തൃശൂരിൽ നടന്ന അന്തർദേശീയ കാർഷിക സമ്മേളനത്തിലുൾപ്പെടെ കാസർഗോഡ് ഹാൻഡിക്യാപ്സിന്റെ പേനകളാണ് ഉപയോഗിച്ചത്. സർക്കാരും സന്നദ്ധ സംഘടനകളും സഹായിക്കാൻ മുന്നോട്ട് വരികയാണെങ്കിൽ കൂടുതൽ ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ പഠിപ്പിക്കാനും ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാൻ തങ്ങൾ സന്നദ്ധരാണെന്നും ഇവർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. യക്ഷഗാനത്തിനെ കുറിച്ചുള്ള മാഗസിൻ വെള്ളിരനയ ആരംഭിച്ച് 5 വർഷം പൂർത്തിയാവുന്നു. ഇതോടനുബന്ധിച്ച് ഫെബ്രുവരി 4-ന് എടനീർമഠത്തിൽ വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ. കേശവാനന്ദ ഭാരതി സ്വാമിജിയുടെ സാന്നിധ്യത്തിൽ നടത്തുന്ന പരിപാടിയിൽ പ്രശസ്ത യക്ഷഗാന കലാകാരന്മാരുൾപ്പെടെ നിരവധി പേർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷ പരിപാടിയിൽ KPSC പ്രസിഡന്റ് ഡോക്ടർ ടി ശ്യാംഭട്ട് അധ്യക്ഷത വഹിക്കും. രവീശ തന്ത്രി കുണ്ടാർ, ഹരികൃഷ്ണ പുനരൂർ, ഡോക്ടർ രാമചന്ദ്ര ഭണ്ഡാരി, ഡോക്ടർ രത്നാകര മല്ലമുലെ, ദിവാന ഗോവിന്ദഭട്ട് എന്നിവർ ചടങ്ങിൽ മുഖ്യ അതിഥികളായിരിക്കും. കുട്ടികളുടെ നേതൃത്വത്തിൽ യക്ഷഗാന നൃത്തവും അരങ്ങേറും. യക്ഷഗാന കലാകാരന്മാരായ യെല്ലംപള്ളി ಜಗನ್ನಾಥ ಆಚಾರ್ಯ, TN ರಮೇಶ್ എന്നിവർ സംബന്ധിക്കും. ಹಾಗೆ 5ನೇ ವಾರ್ಷಿಕೋತ್ಸವ ಎಡನೀರು ಮಠದಲ್ಲಿ ಮಾಡಬೇಕು ಅಂತ ಸಂಕಲ್ಪ ಮಾಡಿದ್ದೇವೆ. ಪ್ರಥಮ ವಾರ್ಷಿಕೋತ್ಸವವನ್ನು ಬೆಂಗಳೂರಿನಲ್ಲಿ ಮಾಡಿದೆವು. 2ನೇ ವಾರ್ಷಿಕೋತ್ಸವ ಮುಂಬೈಯಲ್ಲಿ ಮಾಡಿದೆವು. 3ನೇ ವಾರ್ಷಿಕೋತ್ಸವ ಡೆಲ್ಲಿಯಲ್ಲಿ ಮಾಡಿದೆವು. 4ನೇ ವಾರ್ಷಿಕೋತ್ಸವ ಹೈದರಾಬಾದ್ ತೆಲಂಗಾಣದಲ್ಲಿ ಮಾಡಿದೆವು. ಇದೀಗ 5ನೇ ವಾರ್ಷಿಕೋತ್ಸವವನ್ನು ಕೇರಳದ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯ ಶ್ರೀಮಠದಲ್ಲಿ ಮಾಡ್ತಾ ಇದ್ದೇವೆ. ಇದಂದರೆ ಪತ್ರಿಕಾ ಪ್ರಸಾರದ ಉದ್ದೇಶವನ್ನು ಇಟ್ಕೊಂಡು ಹಾಗೆ ಮಾಡ್ತಾ ಇದ್ದೇನೆ. വാർത്താ സമ്മേളനത്തിൽ ജയരാമ മഞ്ചത്തായ, ഡോക്ടർ രത്നാകര മല്ലമൂലെ, താരാനാഥ് വോർക്കാടി എന്നിവർ സംബന്ധിച്ചു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗക്കാരുടെ കലാകായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിച്ച് ഒരു പെൺകുട്ടി. മുഴക്കോത്തെ KV സ്മിതയാണ് ഈ കലാകായിക പ്രതിഭ. കാഞ്ഞങ്ങാട്ടെ റോട്ടറി സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഈ മിടുക്കി. കലയായാലും കായിക വിഭാഗമായാലും മത്സരയിനങ്ങളിൽ മികച്ച പ്രകടനമാണ് മുഴക്കം സ്വദേശിനി KV സ്മിത നടത്തുന്നത്. ഇക്കഴിഞ്ഞ സ്പെഷ്യൽ സ്കൂൾ കായികമേളയിൽ ഓട്ടം, ഷോട്ട്പുട്ട് ഇനങ്ങളിൽ മികച്ച വിജയമാണ് സ്മിത നടത്തിയത്. കലാമത്സരത്തിലും സ്മിത ഇതിനകം ഒട്ടേറെ ഉപഹാരങ്ങൾ നേടിക്കഴിഞ്ഞു. കാഞ്ഞങ്ങാട് റോട്ടറി സ്പെഷ്യൽ സ്കൂളിലാണ് സ്മിതയുടെ പഠനം. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരുടെ കലാ കായിക മത്സരങ്ങളിൽ മികച്ച വിജയം നേടിയ സ്മിതയെ സ്കൂളിൽ അനുമോദിച്ചിരുന്നു. മുഴക്കോത്തെ KV സുലോചനയുടെ മകളാണ് സ്മിത. ജന്മനാ തന്നെ ശാരീരിക പരിമിതി സംഭവിച്ച സ്മിത ചെറുപ്പം തൊട്ടേ കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു. വീട്ടിൽ തനിക്ക് കിട്ടിയ ഉപഹാരങ്ങൾ കാണിക്കുമ്പോൾ സന്തോഷവും അഭിമാനവും നിറഞ്ഞ ചിരിയാണ് സ്മിതയുടെ മുഖത്ത്. വിധി സമ്മാനിച്ച വേദനകൾക്കിടയിലും യുവതിയെ മത്സരവും വിജയങ്ങളും ഏറെ ആഹ്ലാദഭരിതയാക്കുകയാണ്. കഴിയാവുന്നിടത്തോളം കാലം മകളെ കലാമത്സരത്തിലും കായിക മത്സരത്തിലും പങ്കെടുപ്പിക്കാനും തന്നെയാണ് അമ്മയുടെയും തീരുമാനം. ഗാന്ധിജിയുടെ 70ാം രക്തസാക്ഷി വാർഷിക ദിനത്തിൽ ഗാന്ധിജിയുടെ ഇന്ത്യയെ ഗോഡ്സേക്ക് വിട്ടുകൊടുക്കില്ല എന്ന സന്ദേശത്തിൽ സംസ്ഥാന വ്യാപകമായി നാഷണൽ യൂത്ത് ലീഗ് നടത്തിയ സംസ്ഥാനതല ക്യാമ്പയിൻ കാസർഗോഡ് INL സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് KS ഫക്രുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജിയുടെ ഇന്ത്യയെ ഗോഡ്സേക്ക് വിട്ടുകൊടുക്കില്ല എന്നുള്ള പ്രചാരണവുമായി അതിൻ്റെ തുടക്കം കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. NYL സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷമീർ പയ്യനങ്ങാടി അധ്യക്ഷത വഹിച്ചു. അസീസ് കടപ്പുറം, മൊയ്തീൻ കുഞ്ഞിക്കളനാട്, അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ, മുസ്തഫ തോരവളപ്പ്, ഹനീഫ് അറബി, ഹനീഫ് കടപ്പുറം, മുനീർ കണ്ടാളം തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. BJP മതേതരത്വത്തിന് എതിരല്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. കാഞ്ഞങ്ങാട്ട് നടന്ന മതന്യൂനപക്ഷ സൗഹാർദ്ദ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
മതേതരത്വത്തിന് BJP എതിരല്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. മതവിഭാഗങ്ങൾ തമ്മിലുണ്ടായ കലാപത്തിൽ ഇതുവരെ BJPയെ ആരും കുറ്റപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. BJP സംഘടിപ്പിക്കുന്ന വികാസ് യാത്രയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് നടത്തിയ മതന്യൂനപക്ഷ സൗഹാർദ്ദ കൂട്ടായ്മയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP ഭരണത്തിൽ കയറിയാൽ ന്യൂനപക്ഷങ്ങളെ മുന്നോട്ട് അവർക്കിവിടെ പള്ളിയിൽ പോകാൻ സ്വാതന്ത്ര്യമുണ്ടാവില്ല, അവരെയൊക്കെ വീട്ടുകാരെങ്കിലാകും, മതസ്വാതന്ത്ര്യമുണ്ടാവില്ല. ഇങ്ങനെ പല പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3-3.5 വർഷത്തോളമായി മോഡി സർക്കാർ അധികാരമേറ്റു. സർക്കാർ ഏതെങ്കിലും വിധത്തിൽ ന്യൂനപക്ഷ പ്രയോഗത്തിന് പിന്തുണ നൽകുന്ന, സഹായം നൽകുന്ന ഒരു നടപടി ഇതേവരെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കാർക്കും ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. KV മാത്യു അധ്യക്ഷനായി. BJP സംസ്ഥാന സെക്രട്ടറി K. സുരേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്, ജോർജ് ആടുകുഴി തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് ബാലഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ നൃത്താധ്യാപിക പറശ്ശിനിക്കടവ് കോൽമോട്ടെ അനന്യ നിവാസിലെ പരേതനായ ഗോപാലകൃഷ്ണന്റെ ഭാര്യ തങ്കമണി അന്തരിച്ചു. അസുഖത്തെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമായിരുന്നു അന്ത്യം. 23 വർഷമായി ബാലഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നൃത്താധ്യാപികയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. വിനോദിനി, വിനോദ്, ബീന എന്നിവരാണ് മക്കൾ. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ഓടിക്കൊണ്ടിരുന്ന ലോറിയിൽ തീ പടർന്നത് ജനങ്ങളിൽ പരിഭ്രാന്തി ഉളവാക്കി. കർണാടകയിൽ നിന്നും മീനുമായി വരികയായിരുന്ന ലോറിക്കാണ് തീ പിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. പുക പടരുന്നത് കണ്ട് നിരവധി പേരാണ് സ്ഥലത്തെത്തിയത്. തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ഫയർഫോഴ്സ് എത്തി തീയണച്ചതോടെ വൻ ദുരന്തമാണ് ഒഴിവായത്. ബന്തെടുക്ക സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നടന്ന വാർഷിക മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ സമാപനം. ആറാട്ടെഴുന്നള്ളിപ്പോടെയായിരുന്നു സമാപനം. തുടർന്ന് നടന്ന വിവിധങ്ങളായ പരിപാടികളിൽ സംബന്ധിക്കാൻ നിരവധി ഭക്തരാണ് എത്തിച്ചേർന്നത്. ബന്തെടുക്ക സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ വാർഷിക മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന കരിമരുന്ന് പ്രയോഗം ഏറെ ശ്രദ്ധയാകർഷിച്ചു. നൃത്തോത്സവം കാണാനും ഭക്തരുടെ നീണ്ട നിര തന്നെയുണ്ടായിരുന്നു. ഭക്തരിൽ വേറിട്ട അനുഭവം പകർന്ന ആറാട്ടും ഭജനയും തുടർന്ന് നടന്ന വിവിധങ്ങളായ പരിപാടികളും ഏറെ ശ്രദ്ധയാകർഷിച്ചു. തുടർന്ന് ആറാട്ടുകടവിൽ ആറാട്ടെഴുന്നള്ളിപ്പോടെ വാർഷിക മഹോത്സവത്തിന് കൊടിയിറങ്ങി. ന്യൂസ് ഡെസ്ക് KCN. ദേശീയ കുഷ്ഠരോഗ പക്ഷാചരണ പരിപാടികൾക്ക് ജില്ലയിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നടന്നു. പക്ഷാചരണത്തിന്റെ ഭാഗമായുള്ള സന്ദേശയാത്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M. ഗൗരി ഫ്ലാഗ് ഓഫ് ചെയ്തു. ദേശീയ കുഷ്ഠരോഗ വിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ വെച്ചാണ് നടന്നത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M. ഗൗരി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കാലത്തിൽ നിന്ന് മാഞ്ഞുപോയ രോഗങ്ങളെല്ലാം തിരിച്ചു വരുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇത്തരം ബോധവൽക്കരണത്തിലൂടെ നമുക്ക് ജനങ്ങളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കും. അതിന് നമ്മുടെ ജില്ലയിലുടനീളം ഇന്ന് ഇവിടെ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ഈ വാഹനം എല്ലാ പ്രദേശങ്ങളിലും എത്തി ജനങ്ങളോട് അഭിമുഖീകരിച്ച് സംസാരിക്കുക, ലഘുലേഖകൾ വിതരണം ചെയ്യുക എന്ന ഉദ്യമമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AP ദിനേശ് കുമാർ അധ്യക്ഷനായി. ഡോക്ടർ KK ഷാൻഡി, VC വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മാവുങ്കാലിൽ കുഷ്ഠരോഗ നിർമ്മാർജ്ജന സന്ദേശയാത്രയ്ക്ക് സ്വീകരണം നൽകി. സേവനം വ്രതമാക്കി മാറ്റിയ പോത്തംകൈയിലെ നാരായണിയമ്മയ്ക്ക് നാടിന്റെ ആദരം. പ്രസവ ശുശ്രൂഷ രംഗത്ത് വർഷങ്ങളായി നടത്തുന്ന ആത്മാർത്ഥമായ ഇടപെടലിന്റെ പേരിലായിരുന്നു ആദര സമ്മേളനം. ചാളക്കടവ് EK നയനാർ പുരുഷ സംഘം നേതൃത്വം നൽകി. ആശുപത്രിയും ശസ്ത്രക്രിയകളും വ്യാപകമല്ലാതിരുന്ന കാലത്ത് പ്രസവ ശുശ്രൂഷ രംഗത്ത് ത്യാഗനിർഭരമായ സേവനമാണ് പോത്തങ്കയിലെ നാരായണിയമ്മ നടത്തിയത്. മടിക്കയിലും ദൂരപ്രദേശങ്ങളിലും കിലോമീറ്ററുകൾ കാൽനടയായി സഞ്ചരിച്ച് നാരായണിയമ്മ ആയിരക്കണക്കായ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും കൈത്താങ്ങായി. ചാളക്കടവ് EK നയനാർ പുരുഷ സ്വയം സഹായ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നാരായണിയമ്മയെ ആദരിച്ചു. പോത്തങ്കയിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം M. കേളുപണിക്കർ ഉദ്ഘാടനം ചെയ്തു. വൈദ്യശാസ്ത്ര രംഗത്ത് ഇന്നത്തെ രൂപത്തിലുള്ള പുരോഗതി വരുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തെ അമ്മമാരെല്ലാം സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരുപാട് പൊന്നുമക്കളെ ഈ ഏട്ടിയുടെ ഉള്ളങ്ങിയിൽ കൂടി എടുത്ത് നമ്മുടെ ഭൂമിക്ക് ദാനം നൽകിയ ഒരമ്മയാണ് നമ്മൾ ആദരിച്ചത് എന്നൊരു മഹത്വം
ഇവിടെ ഈ കേരള പേരിലുള്ള സ്വയം സഹായ സംഘത്തിനും ഇവിടുത്തെ കുടുംബശ്രീക്കും ഇവിടുത്തെ പാർട്ടിക്കും ഉണ്ട്. അതിന്റെ ഗുണമാണ് നേരത്തെ കൃഷ്ണൻ സൂചിപ്പിച്ചത്. ലോക്കൽ സെക്രട്ടറി എൻ കെ കൃഷ്ണൻ അധ്യക്ഷനായി. പി കുഞ്ഞികൃഷ്ണൻ, കെ സുധാകരൻ, അഭിജിത്ത്, എ വിനീഷ്, സുജാത, സി പ്രസന്ന, ഇ തങ്കമണി എന്നിവർ സംസാരിച്ചു. ജനാർദ്ദനൻ സ്വാഗതവും കെ എം കുഞ്ഞിക്കണ്ണൻ നന്ദിയും പറഞ്ഞു. കാസർഗോഡ് ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷനും കാഞ്ഞങ്ങാട് ഹനുമാൻ ജിംനേഷ്യവും സംയുക്തമായി നടത്തുന്ന ജില്ലാ ശരീര സൗന്ദര്യ മത്സരം ഫെബ്രുവരി 10 കാഞ്ഞങ്ങാട്ട് നടക്കും. നഗരസഭ ടൗൺ ഹാൾ പരിസരത്ത് നടക്കുന്ന മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. കാസർഗോഡ് ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷനും കാഞ്ഞങ്ങാട് ഹനുമാൻ ജിംനേഷ്യവും സംയുക്തമായി നടത്തുന്ന ജില്ലാ ശരീര സൗന്ദര്യ മത്സരം ഫെബ്രുവരി 10 കാഞ്ഞങ്ങാട്ട് നടക്കും. സീനിയർ ജൂനിയർ വിഭാഗങ്ങളിലാവും മത്സരം നടക്കുകയെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വിജയികൾക്ക് 25,000, 15,000, 10,000 രൂപ ക്യാഷ് അവാർഡും നൽകും. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ എം കെ വിനോദ് കുമാർ, എൻ എ സുലൈമാൻ, ബാബു കുന്നത്ത്, ഉദയകുമാർ, രാജൻ എക്കാൽ, നാരായണൻ, പ്രൊഫസർ രഘുനാഥ്, അജയകുമാർ നെല്ലിക്കാട്ട്, രവീന്ദ്രൻ മുങ്ങത്ത്, മനോജ് അമ്പലത്തറ, രാജാക്കാനത്ത് എന്നിവർ സംബന്ധിച്ചു. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU പടന്നക്കാട് യൂണിറ്റ് കബഡി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പടന്നക്കാട് പ്രത്യേകം സജ്ജമാക്കിയ ജയറാം നഗറിലായിരുന്നു മത്സരം. കളിക്കളത്തിൽ കബഡി താരങ്ങൾ കാണികളിൽ ആവേശം പകർന്നു. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU പടന്നക്കാട് യൂണിറ്റായിരുന്നു സംഘാടകർ. യൂണിയൻ കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് എം പൊക്ലൻ ഉദ്ഘാടനം ചെയ്തു. ആ പ്രദേശത്തുള്ള ആളുകളുടെ സഹകരണം, ആ പ്രദേശത്തുള്ളവരുടെ സംഘാടക സമിതിയുടെ മികവ്, ഇവയൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ്. ഏതായാലും ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഈ മേഖല എന്ന് പറയുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ അസ്വസ്ഥകരമായിട്ടുള്ള ഒരു തൊഴിൽ മേഖലയാണ് ഓട്ടോറിക്ഷ മേഖല. പലപ്പോഴും ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കഴിയാത്ത മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. സംഘാടക സമിതി ചെയർമാൻ വി സുകുമാരൻ അധ്യക്ഷനായിരുന്നു. UK പവിത്രൻ, രാഘവൻ പള്ളത്തിങ്കൽ, TP കുമാരൻ, T സത്യൻ, വൈശാഖ് ശോഭനൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ M രഘു സ്വാഗതം പറഞ്ഞു. തുടർന്ന് കബഡി മത്സരം നടന്നു. നിരവധി പ്രാദേശിക ടീമുകൾ കബഡി ഫെസ്റ്റിന്റെ ഭാഗമായി. പ്രധാന വാർത്തകൾ വീണ്ടും. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷന് സമീപം സഹോദരിമാരും കുട്ടിയും ഉൾപ്പെടെ 3 പേർ ട്രെയിൻ എഞ്ചിൻ തട്ടി മരണപ്പെട്ടു. അപകടം ബുധനാഴ്ച ഉച്ചയോടെ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം തടയണമെന്നാവശ്യപ്പെട്ട് STU കാസർഗോഡ് ജില്ലാ കമ്മിറ്റി. വിദ്യാനഗർ ഗവൺമെന്റ് കോളേജ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിന് ശേഷം നടന്ന യോഗം ദേശീയ സെക്രട്ടറി A അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സൗഹൃദ വസ്തുക്കൾ നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്ന കുമ്പള ബന്ദിയോട്ടെ വികലാംഗ കൂട്ടായ്മ പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നു. പേപ്പർ പേന ഉൾപ്പെടെയുള്ളവയുടെ നിർമ്മാണത്തിലൂടെയാണ് ഇവർ വേറിട്ട മുന്നേറ്റവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. യക്ഷഗാനത്തിനെ കുറിച്ചുള്ള മാഗസിൻ വെള്ളിരനയ ആരംഭിച്ച് 5 വർഷം. ഫെബ്രുവരി 4 എടനീർ മഠത്തിൽ വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗക്കാരുടെ കലാകായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിച്ച് ഒരു പെൺകുട്ടി. മുഴക്കോത്തെ KV സ്മിതയാണ് ഈ കലാകായിക പ്രതിഭ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.